ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സ് ആണ്. ആക്ച്വലി അനുമോളിനെ പറ്റിയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഇന്ന് ഉടനീളം അനുമോൾ തന്നെയാണ്. കാരണം അനുമോളിന് അവിടെ കിട്ടിയിരിക്കുന്ന ഒരു അക്സെപ്റ്റൻസ് എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ വിഷമത്തിന്റെ അടുത്ത ഘട്ടമായിട്ട് അനുമോൾ തന്നെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് അനുമോളോട് ഞങ്ങൾക്കും ഫേവറാണ്, പ്രേക്ഷകർക്കും ഫേവർ ആണെന്നുള്ള കാര്യം റിവീൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇത് മനസ്സിലാക്കാതെ മന്ദബുദ്ധികൾ പെട്ടകൾ അതിൻ്റെ കൂടെ അടി കൂടിക്കൊണ്ടിരിക്കുന്ന സീനാണ് കണ്ടുവരുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസേലിൻ്റെ ഒരു ടാസ്ക് കണ്ടു. എനിക്കിത് അപ്പോൾ പറയണമെന്ന് തോന്നി. സീരിയസ്ലി ഇപ്പോൾ ആരെങ്കിലും കാണാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പോയി ടാസ്ക് കാണുക. കാരണം സൂപ്പർ ആയിരിക്കും. കാരണം ഇതൊന്നും നമുക്ക് എപ്പിസോഡിൽ കിട്ടിയെന്ന് വരത്തില്ല. തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ കാണുക. കാരണം ജിസേലിന് ഒരു ടാസ്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ടാസ്കിൽ ഇതാണ് അനുമോളിനെ കോപ്പി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ജിസേൽ ആദ്യം തെറ്റിദ്ധരിക്കുകയാണ്, അയ്യോ അനുമോളിനെ കോപ്പി ചെയ്യണം, അപ്പോൾ എളുപ്പമായില്ല അനുമോളിനെ കുറേ കളിയാക്കാന്ന്. അനുമോൾ അവിടെ ഇരുന്നൊരു ആടുന്നൊരു ചെയർ ഉണ്ടല്ലോ, അതിനകത്ത് പോയിരിക്കുകയാണ്. ഇവർ തൊട്ടിലുണ്ടല്ലോ, ആ തൊട്ടിലിരുന്ന് ആടി അനുമോളിനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുക മീൻസ് അവളെ തകർക്കാനുള്ള ഒരു സാധനമായിട്ടാണ് അവളത് ഉപയോഗിക്കുന്നത്. ജിസേൽ പൊളിഞ്ഞ് പാളീസാകുന്ന സീനാണ് അതിനകത്ത് കണ്ടിട്ടുള്ളത്. അത്രയും ഭാഗം പറയണമെന്നേ ഉള്ളൂ. ജിസേല് അവളെ അതേപോലെ കോപ്പി ചെയ്തിട്ട് ഞാൻ കരയുന്നു, ക്യാമറ എവിടെ എന്നൊക്കെ പറഞ്ഞു. ജിസേലിന് മനസ്സിലാകാത്ത ഒരു കാര്യം, ജിസേൽ പറയുന്നത് പോലെ ഒന്നുമല്ല, ഇതൊരു ഓപ്പൺ ബുക്കാണ്. ഞങ്ങൾക്ക് ക്യാമറയിൽ കൂടെ ഞങ്ങൾക്കിത് കാണാം. പ്രേക്ഷകർ മനസ്സിലാക്കിയത് ജിസേൽ എന്ന് പറയുന്ന ഒരു ഡാഗിനിയാണ്, ഒരു വെടക്ക് മുതൽ ഡ്രസ് കോഡ് കണ്ടാലും ശരി തന്നെ, അവളുടെ മേക്കപ്പും ആകെ മൊത്തത്തിൽ ഒരു വെടക്ക് സാധനമാണ് ജിസേൽ എന്ന് ഞാൻ പറയാം. അത്രത്തോളം വെറുപ്പാണ് എനിക്ക് ആ പെണ്ണിനോട്. ഒറ്റ കാരണമേ ഉള്ളൂ, അനുവിനെ പിന്തുടർന്ന് ആക്രമിക്കുന്നു. നോണ പറഞ്ഞുകൊണ്ട് ആ പെണ്ണെ ആക്രമിക്കുന്നതാണ് ഇഷ്ടപ്പെടാത്തത്. ഫസ്റ്റ് തിങ്, അനു ചെയ്ത മിസ്റ്റേക്ക്, അനു കുറച്ച് എന്താ പറയണേ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്ന കുട്ടിയാണ്. ഇപ്പം നമ്മൾ കറണ്ട് ബില്ലൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ ചിലരൊക്കെ, അവരുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ശീലം ഉണ്ടാവും. ചില വസ്തുക്കൾ അധികം ചിലവാക്കരുത്, അധികം നശിപ്പിക്കരുത് എന്നൊരു മെന്റാലിറ്റി ഒക്കെ ഉണ്ടാകും. അത് അനുമോൾക്കുണ്ട്. അതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ടിഷ്യൂ ഒക്കെ ആ കുട്ടി എടുക്കുന്ന കണ്ടു നോക്കണം. ചിലർ ടിഷ്യൂ എടുക്കുന്നത് വാരി അങ്ങ് എടുക്കും. അതൊരു പ്രശ്നമേ അല്ല, ടിഷ്യൂ അത് യൂസ് ചെയ്യാനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അങ്ങനെയല്ല, അവളത് വളരെ ക്ലിയർ ആയിട്ട് ഒരു പീസ് അല്ലാതെ കൂടുതൽ എടുക്കത്തില്ല. ഞാനും യൂഷ്വലി ടിഷ്യൂ ഒക്കെ എടുക്കുമ്പോൾ 3-4 പീസ് വലിച്ചെടുക്കും. കാരണം ഒരു കട്ടി വേണം, ഒരു തുണി പോലെ ഇരിക്കണം എന്നൊരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ അവൾ അത് ചെയ്യുമ്പോൾ അവളുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യമാണ് അവിടെ റിവീൽ ചെയ്യുന്നത്. അവളൊരു വലിയ സ്ട്രാറ്റജി പിടിച്ച ഗെയിമറോ അതും ഒക്കെ പോട്ടെ, പക്ഷെ സാധാരണ വീട്ടമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ല ക്ലീൻനെസ് ഉള്ള ഒരു പെൺകുട്ടിയാണ്. അതായത് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള അത്യാവശ്യം കൺട്രോൾ അവൾക്കുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഈ ഫുഡിലൊക്കെ അവൾ ഫുഡ് കൺസംഷനൊക്കെ കുറയ്ക്കണം, നമുക്കിത് മുൻപോട്ട് വേണമെന്ന്, അത് ഫ്യൂച്ചർ പ്ലാനോട് കൂടി ജീവിക്കുന്ന ഒരു പെണ്ണാണ് അവളെന്ന് ചുരുക്കം. ഇത് അവിടെ ഉള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. ധാരാളിത്തം, ധൂർത്ത്, തോന്നിവാസം, ഇതിനൊക്കെ ഒരു കൺട്രോൾ കിട്ടാനാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ആ സത്യമായ കാര്യം അത് ക്ലിയറായി പരിഗണിച്ചത്, കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരേ ഒരാൾ അത് അനുമോൾ മാത്രമാണ് അതിനകത്ത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവിടെ എന്ത് പറയണം, ബിഗ് ബോസ് നമുക്ക് പേയ്മെന്റ് ചെയ്യുന്നുണ്ട്, സോ വി നീഡ് ടു പേ ദം ബാക്ക്. കണ്ടന്റ് കൊടുത്തോ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടീവ് ആയത് കൊടുത്തോ കഴിയണം. അല്ല നമ്മൾ സുഖവാസത്തിന് പോയതല്ലല്ലോ, വീഗാലാൻഡ് ഒന്നും ഇല്ലല്ലോ. അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അന്ന് ഞാൻ ഇത്രയും കണ്ടന്റ് കൊടുത്തിട്ട് എന്നെ ഇങ്ങനെ പറയുന്നു എന്ന് ഓർത്ത് അവൾ കരഞ്ഞിട്ടുള്ളത്. ഇനി സെക്കൻഡ് തിങ്, ജിസേൽ എന്ന വ്യക്തി മേക്കപ്പ് ഇട്ടാതെ അവൾക്ക് ജീവിക്കാനകത്തത് കോൺഫിഡൻറ്റ് ലെവൽ അവൾക്ക് 0 ആണ്. 0.0 ഇത്രയധികം പേര് ജിസേലിനെ ആക്രമിച്ചാൽ ജിസേൽ ഒരുപക്ഷെ ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. അത്രയ്ക്ക് വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള ഒരു പെണ്ണാണ് അത്. അവൾക്ക് ഒരു കാരണവശാലും ഒരു സോഫ്റ്റ് കോർണർ അനുവിനോട് ഉണ്ടാകത്തില്ല. തെറ്റിദ്ധാരണാജനകമായി ചിന്തിച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ച് ജയിലിലിടുന്നത്. അത് അനുമോൾക്ക് ഒരു പണിഷ്മെന്റ് എന്നതിനപ്പുറം പൊതുസമൂഹത്തിന് ആ ജിസേൽ കുറച്ചുകൂടെ ക്രൂക്കഡായ ഒരു ഡാഗിനിയാണ് എന്ന് മനസ്സിലാവും. പിന്നെ സഭ്യമായ ഭാഷ ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഈ ജിസേലിനെ പടക്കം എന്ന് വിളിക്കാനാണ് ഇഷ്ടം. അങ്ങനെ പടക്ക കമ്പനിയുടെ എല്ലാ ക്യാരക്ടറും ആ പന്നിക്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ. എനിക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇത്രയും ഇറിറ്റേറ്റഡ് ആയ ഒരു ക്യാരക്ടർ, ഞാൻ മികച്ചവളാണ് എന്ന് കാണിക്കാൻ മറ്റൊരാളെ ഇകഴ്ത്തുകയല്ല വേണ്ടത്. അവർക്കും ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. ഒരെണ്ണം പോലും കണ്ടില്ല ജിസേലിന്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ജിസേൽ പൂർണ്ണ പരാജയമാണെന്ന് തന്നെ ഞാൻ പറയും. ഇപ്പൊ കോപ്പി അടിക്കാനായിട്ട് കൊടുത്ത ഉടനെ പുള്ളിക്കാരത്തി കിട്ടിപ്പോ എനിക്ക് ഇനിയിപ്പോ ഇവളെ എടുത്ത് വെച്ചങ്ങ് കാളിക്കാം, കൂടെ എല്ലാവരും കൂടെ അങ്ങ് നിൽക്കുമെന്ന് വിചാരിച്ചു. അപ്പൊ ജിസൻ എന്ന് പറയുന്ന അയാളും കൂടെ വന്ന് ഇതിനകത്ത് എരിമൂട്ടി കൊടുക്കുന്നുണ്ട്. ഈ വന്ന 5 പേരിൽ ആ ജിഷനാണ് ഏറ്റവും വേസ്റ്റ് എന്ന് ഞാൻ പറയും. കൊള്ളത്തില്ല കേട്ടോ, ചെറുക്ക് എനിക്ക് അറിയത്തില്ലത് എങ്ങനെ കൊണ്ടുപോകണമെന്ന്. ചുമ്മാ കിടന്ന് അങ്ങ് കീക്കുന്ന അനീഷിന്റെ ഫസ്റ്റ് ഘട്ടത്തിലുള്ള ക്യാരക്ടറായിട്ടാണ് ജിഷലിനെ എനിക്ക് മനസ്സിലാവുന്നത്. അനീഷ് അതല്ല കേട്ടോ, അനീഷ് എൻ്റെ ഡിഫറെൻ്റ് ആണ്. കപ്പ് വിന്നർ അനീഷ് ആകാനാണ് ചാൻസ് കൂടുതൽ. അനീഷ് എല്ലാവരുടെയും മനസ്സിലേക്ക് ഇറങ്ങി നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇറിറ്റേറ്റഡ് ക്യാരക്ടർ ആണെങ്കിൽ ഇപ്പം ദാറ്റ് ഇറിറ്റേഷൻ വാല്യൂഡ് എന്നാണ്. അത്യാവശ്യം ഇടപെടേണ്ട അവസരങ്ങളിൽ ഇടപെടുക, ആളുകളെ തല്ലാതിരിക്കുക, മോശം പറയാതിരിക്കുക, ഒരുപാട് കാര്യങ്ങളെ പുള്ളി കൺട്രോൾഡ് ആണ്.
പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയും. അനീഷ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ അനുമോൾ തന്നെയാണ്. അനുമോൾക്ക് ശേഷം ഷാനവാസിനായിരുന്നു. പക്ഷെ ഷാനവാസിന്റെ കാര്യം ഒരെണ്ണമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അനുമോൾ എന്ത് ചെയ്യുന്നു, തുള്ളി കുതിച്ചുകൊണ്ട് പോവുകയാണ്. അവൾ അങ്ങനെയാണ്, കുട്ടിത്തം മാറാത്ത കുട്ടിയാണത്. അത് തുള്ളി കുതിച്ചുകൊണ്ട് വരുന്നു. അത് ഈ ജിഷേലിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ബിഗ് ബോസ്. നിങ്ങൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, അല്ലാതെ അവർ മുമ്പ് ചെയ്ത കാര്യങ്ങളെ അനുകരിച്ച് അവരെ ഇൻസൾട്ട് ചെയ്യാനല്ല, ഇമിറ്റേഷൻ ആണ് പറഞ്ഞത്. തകർന്നു പോവുകയാണ് ജിസേൽ. കാരണം അവൾ പ്രതീക്ഷിച്ചത് ഇന്നത്തോടെ അനുമോളിന്റെ കച്ചവടം കൂട്ടി അങ്ങോട്ട് കൊടുക്കാം എന്ന്. അത് ഓക്കെ, ഇനി ഇമിറ്റേഷൻ ആണല്ലോ, ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പം ഇവള് തുള്ളി കുതിച്ചുകൊണ്ട് പോകുന്നു. ഇവക്ക് തുള്ളാൻ പറ്റുന്നില്ല, കാരണം ഹൈ ഹീൽഡ് ചപ്പൽ ഇട്ടിട്ട് കുഞ്ഞു പാവാട ഇട്ടുണ്ടാകും നിൽക്കുന്നത്. തുള്ളി വീട് എന്ന് മാത്രമല്ല സർവ്വത്രോളം വെളിയിലാകും. ആ തുള്ളല് നടക്കുന്നില്ല. പിന്നെ അവൾ പോയിട്ട് ഒരു പാവക്കുട്ടി എടുത്തു വെച്ച് കളിക്കുകയാണ്. പാവക്കുട്ടിയെ എടുത്തു വെച്ച് കളിച്ചിട്ട് ഉമ്മ കൊടുക്കണു, ഒക്കെ അവൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ഒരു വേർഡ് പറയുന്നുണ്ട്, നാറ്റത്തിന്റെ കേസ് പറയുന്നുണ്ട്. നല്ല ആൾക്കാരുടെ കയ്യിൽ ഇരുന്നാൽ നിനക്ക് നാറ്റമൊന്നും വരത്തില്ല എന്ന് പറയുമ്പോൾ ജിഷേലിന് ആ പോയിന്റിൽ, ആ പോയിന്റിൽ ജിഷേലിന് മനസ്സിലാവുന്നുണ്ട്, ഇതെനിക്കുള്ള പണിയാണ്, ഇത് ബിഗ് ബോസും നാട്ടുകാരും ചേർന്ന് എനിക്ക് തന്ന പണിയാണ്, അനുമോളിനാണ് സപ്പോർട്ട് എന്ന് ആ ഒരു പോയിന്റിലാണ് ജിഷേലിന് പിടികിട്ടുന്നത്. ആൻഡ് പിന്നെ ഒരു കോൺഫിഡൻറ്റ് ലെവൽ അവൾ അങ്ങ് തകർന്ന് തരിപ്പണാവുന്ന ഫേസിൽ കൂടെ കാണാൻ പറ്റും. ആൻഡ് ഡോണ്ട് മിസ് ഇറ്റ്. കാണാൻ പറ്റുന്നവർ പോയി കാണുക. എനിക്കൊന്നും ടാസ്ക് തീർന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണാനുള്ള അവസരമാണ്. ഞാൻ ഒത്തിരി പറഞ്ഞ് സമയം നീട്ടുന്നില്ല. ഷുഡ് കാണേണ്ട അത്യാവശ്യ ഘട്ടമുള്ള ഒരു പിന്നെ ഇതാണ് കാണുന്നത്. കാരണം ജിഷേൽ എന്ന വ്യക്തിയെ നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞതിൽ എല്ലാവർക്കും ചെറിയ രീതിയിൽ ഒരു പ്രയാസം ഉണ്ടായിരിക്കും. ജിഷേലിന് കിട്ടുന്ന ഒരു പണിയും കൂടെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം അഭിലാഷ് ഓടി വന്ന് പിന്നെ അനുവിനെ എടുത്ത് കറക്കുന്നുണ്ട്. സി ആസ് യൂഷ്വൽ അതുപോലെ അവളും ചെയ്യണം. ആരെടുത്ത് കറക്കും അവളെ? ആർക്കാണ് ഇപ്പോൾ അവളെ എടുത്ത് കറക്കാൻ താല്പര്യം? ഒരാളും പറ്റത്തില്ല. വരാനുണ്ടെങ്കിൽ ആരിനാ വരണ്ട? അവൻ തിരിഞ്ഞു വരുന്നു. അവന് ഈ ഭാരത്തിനെ എടുത്ത് വെക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവനും വരുന്നില്ല. ഒന്നും വയ്യാതെ നേരെ ബെഡ്റൂമിലേക്ക് പോയി എന്തോ തെരഞ്ഞുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ദ റെസ്റ്റ് നിങ്ങൾ തന്നെ പോയി കാണുക. നല്ല സൂപ്പർ ടാസ്ക് ആണ് കൊടുത്തത്. അടിച്ചണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. അനുമോൾക്കെതിരെ നിന്നവർക്കൊക്കെ നല്ല പണിയാണ് ബിഗ് ബോസ് കൊടുത്തത്. കംഫർട്ട് സോൺ ആണ് കേട്ടോ. നമുക്ക് അനുമോളിനെ ഇഷ്ടമുള്ളവർക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു എപ്പിസോഡാണ് ഇപ്പം നടക്കുന്നത്. താങ്ക്